അപ്പൊ ഈ ബൈബിൾ ശരിയല്ല എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? അതിന്റെ ആരംഭം മുതലൊന്ന് പറയാമോ? എന്താണ് അത് ശരിയല്ല എന്ന്? അപ്പം ദൈവം ഉണ്ട് എന്നുള്ളൊരു ഒരു തോന്നലുണ്ട്, അത് ഉറപ്പില്ല. മതദൈവങ്ങളില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു ഉറച്ച നിലപാട്. തോന്നലില്ല. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഓരോരുത്തർക്കും ഓരോ ഡെഫിനിഷൻ ഉണ്ട് ദൈവത്തിന്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇപ്പം ജുജുബി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഇരുന്ന് വാദിക്കാം. ജുജുബിക്ക് എനിക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം, പാസ്റ്ററിന് പറയാം ജുജുബി ഇല്ല, തെളിയിക്കാൻ പറയും. എങ്ങനെ തെളിയിക്കും? ഞാൻ പറയുന്നു ഞാൻ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, എൻ്റെ അടുക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പാസ്റ്ററിന് ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല. എല്ലാ കാലവും എനിക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് വാദിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ആ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതാണ് അവര് എന്ത് പറയുന്നു അതിനനുസരിച്ച് ഉത്തരം കൊടുക്കാൻ പോവുകയാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഈ മതദൈവങ്ങളെ ഉള്ളൂ പ്രശ്നക്കാരായിട്ടുള്ളത്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഈ ബൈബിള് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചു, അത് പറയാം. ബൈബിള് ശരിയല്ല എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നേ ഉള്ളൂ. ഇപ്പം പലരും പൊതുവിൽ പറയാറുള്ളത് ഇപ്പൊ ഈ കായിനും ഹാബിലും അതൊക്കെയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു തുടക്കവും അത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ക്രിസ്ത്യാനികൾ വളരെ ഉറച്ചു നിൽക്കുന്നത് ആ ഒരു അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടാനെങ്കിലും നമ്മൾ പുതിയ നിയമത്തിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞാണ് നിൽക്കാറുള്ളത്. അപ്പൊ ആ ഒരു നാല് സുവിശേഷങ്ങൾ ആരെഴുതി, എപ്പോഴെഴുതി, അല്ലെങ്കിൽ ബൈബിൾ ഏത് കാലത്ത് എപ്പോൾ, യേശുക്രിസ്തു മരിച്ചതിന് ശേഷം എപ്പോൾ, ആരാദ്യം എഴുതി എന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ ഇത് മനുഷ്യര് ആരൊക്കെയോ കൂടെ ചേർന്നിരുന്ന് ഉണ്ടാക്കിയ ഒരു സാധനം. കാരണം യേശുക്രിസ്തു മരിച്ചതിന് 35 മുതൽ 45 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് മർക്കോസിന്റെ സുവിശേഷം വരുന്നത്. മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം വരുന്നത്. എനിക്ക് തോന്നുന്നില്ല പാസ്റ്ററിനും അതിൽ വിയോജിപ്പ് ഉണ്ടായിരിക്കുമെന്ന്. യേശുവിനെ കണ്ടിട്ടില്ലാത്ത പത്രോസിന്റെ എന്തോ ഒരു വഴിയിൽ വെച്ച് കണ്ട പരിചയം ഉണ്ടെന്നാണ് അനുമാനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു പുള്ളിയാണ് ആദ്യമായി സുവിശേഷം എഴുതുന്നത്. അതും 35 മുതൽ 45. യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല, യേശു ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആളായി മാറും. യേശു എന്ന് പറയുന്നത് അരുൺ ജീവിച്ചിരുന്നതും അരുൺ ക്രിസ്തു ജീവിച്ചിരുന്നതും രണ്ടും രണ്ടാണ്. കാരണം അരുൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് അരുൺ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ മരിച്ച് ദൈവമായിട്ട് വന്ന് മറ്റേ പുരുഷബന്ധമില്ലാതെ ജനിച്ച് കുരിശിൽ ആണിയടിച്ച് തറച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയി. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് മതിയായ തെളിവുകളുമില്ല. യേശു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഈ മർക്കോസിന്റെ, ഞാൻ പറഞ്ഞു വന്ന അവിടെ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം വന്നത്. പിന്നീട് നേരിട്ട് കണ്ട അക്കോർഡിംഗ് ടു മാത്യു, ഇനി ഇംഗ്ലീഷിലല്ല എഴുതിയെന്ന് പറഞ്ഞാൽ കൂടി കാറ്റാമത്തായുവോൺ എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മാത്യു അല്ല അത് എഴുതിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി മത്തായി എഴുതുന്നത് 50 മുതൽ 60 വർഷങ്ങൾക്ക് ശേഷം. ആ കാലയളവിൽ അയാൾ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല. കാരണം യേശുവിന്റെ കൂടെ നടന്ന ആളാണ്. അയാൾ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല. ആൻഡ് അയാൾ എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോപ്പി അടിച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന്. അതുപോലെ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം. അത് രണ്ടും, ലൂക്കോസും മർക്കോസും ഏകദേശം ഒരേ കാലയളവിൽ എഴുതപ്പെട്ടതാണ്. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്നത് മർക്കോസിന്റെ. ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ രണ്ട് കൂട്ടുകാർ എ ആൻഡ് ബി, ഞാൻ ജീവിച്ചിരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടത് അവരാണ്. പക്ഷേ അവരെല്ലാം മരിച്ചുപോയി. അതിനുശേഷം ഇസഡ്, എത്രയോ തലമുറകൾക്ക് ശേഷമുള്ള ഇസഡ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു അല്ലെങ്കിൽ കേൾവിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചു. അതിനുശേഷം എൻ്റെ എ ആൻഡ് ബി കൂട്ടുകാര് എഴുതി എന്ന് പറഞ്ഞ് എഴുതുന്നത് ഈ ഇസഡ് എഴുതുന്നതിനെ കോപ്പി അടിച്ച് എഴുതിയാണ്. അതിൽ പരം എന്ത് തെളിവാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 60 മുതൽ 80 വർഷത്തിന് ശേഷം. അപ്പൊ കൃത്യമായിട്ടും അതിന്റെ ഒരു കാലാവധി നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ തട്ടിവിടുന്നതാണ്. പിന്നെ ഈ 4 സുവിശേഷങ്ങൾ തമ്മിലും പലതിലും ബന്ധമില്ലാതെ വരുന്ന കാര്യങ്ങൾ, ഇപ്പം മരിച്ചതിന് ശേഷം അവിടെ പോയപ്പോൾ കണ്ട കാര്യങ്ങൾ, ദൂതനിരുന്നെന്ന് പറയുന്നു, അതിരുന്നെന്ന് പറയുന്നു, ആദ്യം പോയത് ആരാണെന്നുള്ള കൺഫ്യൂഷൻ, പിന്നെ യേശുക്രിസ്തു ജനിച്ചത് എവിടെയാണെന്നുള്ള കൺഫ്യൂഷൻ, പിന്നീട് പിന്നെ ഏറ്റവും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ കുറെ കൂടെ ഈ പുതിയ നിയമത്തിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം തുടർച്ചയായി ലൈവിൽ പോകാൻ സാധിക്കും. അപ്പം
പുതിയ നിയമത്തിൽ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ യേശു ക്രിസ്തു ഒറ്റയ്ക്കായിരുന്ന സമയം പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഗെത്സമനയിൽ ശിഷ്യന്മാർ ഉറങ്ങിക്കിടന്നപ്പോൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയിട്ട് പുള്ളി അവിടെ ചെന്ന് പിതാവിനോട് സംസാരിക്കുന്നുണ്ട്. ഇതാര് കേട്ടു? അവരവിടെ ഉറങ്ങുമായിരുന്നു, പുള്ളി കുറെ കൂടെ ഫ്രണ്ടിൽ പോയിട്ടു. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ പോയ സമയത്ത് സാത്താനുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ആര് കേട്ടു? ഇതൊക്കെ അങ്ങ് എഴുതുകയാണ്. ഈ പറിച്ചു വിടുന്നതൊക്കെ കുറെ വർഷം കഴിയുമ്പം മൂളയുള്ള ആരെങ്കിലും ചിന്തിച്ച് ചോദിക്കത്തില്ലേ? പിന്നീട് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പല വചനഭാഗങ്ങളും അതിലില്ലാത്തത് തന്നെയാണ് അത് പിന്നീട് ആഡ് ചെയ്ത് ചേർത്ത്. അത് തന്നെ തിയോളജിയൻസ് തന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്കിതിൽ യാതൊരുവിധ ലോജിക്കും തോന്നില്ല. ഇത് എഴുതി ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥ തന്നെയാണെന്ന്. ഒരു വ്യക്തിയെ വേണമായിരുന്നു, ആ ഒരു വ്യക്തിയെ എടുത്തു, ആ വ്യക്തിക്ക് ചുറ്റും ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അയാളെ ദൈവമാക്കി എന്നാണ് എന്റെ തിരിച്ചറിവ്. പിന്നീട് പഴയ നിയമത്തിലേക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഫ്രീ വിൽ എന്നൊക്കെ പറയുമ്പോൾ പ്രീ നോളജ് എന്നൊക്കെ പറയാറുണ്ട്. പ്രീ നോളജ് ആണെങ്കിൽ തന്നെ പുള്ളിക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കുകയാണ് നമ്മൾ രണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം വരില്ലല്ലോ. ഇപ്പം എന്റെ ചോയ്സോട് കൂടി അതായിക്കോട്ടെ, പക്ഷെ ഇതിൽ മാറ്റം വരുന്നില്ലല്ലോ. അപ്പം വാട്ട് ഈസ് ദ പോയിന്റ്? ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് എന്താണ് ഒരു പോയിന്റ്? പിന്നെ കായിനും ഹാബിലും അതൊക്കെ യൂഷ്വൽ കഥ. പിന്നെ ഏറ്റവും വലിയ തമാശ, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഇത്രയും ക്രൂരനായ ഒരാളെ ദൈവം എന്നെങ്ങനെ വിളിക്കും എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവും. കാരണം പെന്തക്കോസ്തുകാരുടെ യേശുവിനേക്കാൾ ഒരു പടികൂടെ മുകളിൽ സ്നേഹിക്കുന്നതാണ് പിതാവിന്. യഹോവയെ എന്ന് പറഞ്ഞാൽ ചാകും നമ്മുടെ പെന്തക്കോസ്തുകാർ. അപ്പൊ പെന്തക്കോസ്തുകാര് അയാൾ ആ പഴയ നിയമത്തിൽ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ എനിക്ക് തോന്നുന്നു ഹിറ്റ്ലറിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷെ ഹിറ്റ്ലർ പോലും അത്രയും കാണിക്കുമോ എന്നൊക്കെ അത് വായിച്ചു നോക്കി കഴിയുമ്പോൾ തോന്നാറുണ്ട്. അപ്പൊ അയാൾക്ക് ദൈവമായുള്ള എന്ത് ക്വാളിറ്റി ആണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ ആദ്യം തുടക്കത്തിലെ ഞാൻ പറഞ്ഞു വിട്ട് തന്നെ ഗ്ലോബൽ ഫ്ലഡ്, പ്രളയം, ലോകത്ത് അത്രയും വലിയൊരു പ്രളയം ഉണ്ടായിട്ടില്ല. അതിന് യാതൊരുവിധ തെളിവുകളുമില്ല. പല അപ്പോളജിസ്റ്റുകളും ഒക്കെ കേരളത്തിലെ പ്രമുഖരായ പല അപ്പോളജിസ്റ്റുകൾ തന്നെ ഈ പ്രളയത്തിനെ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് ഗ്ലോബൽ ഫ്ലഡ് ആണെന്നും പരോക്ഷമായിട്ട് ലോക്കൽ ഫ്ലഡ് ആണെന്നും അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നിലവാരമില്ലായ്മ, ഇതിലെ ആശയങ്ങളുടെയൊക്കെ നിലവാരമില്ലായ്മ കൃത്യമായിട്ടും ഇനിയത്തെ കാലത്തൊന്നും ഇതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു കാരണങ്ങൾ. ഇതാണ്. അതായത് ഈ അരുൺ ബ്രദർ പറയുന്നത്, ഈ യേശു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു, ക്രിസ്തു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നില്ല. കാരണം യേശുവിന് ചുറ്റിപ്പറ്റിയ ഒരു 3-4 ആളുകളെ ചേർത്ത് പിൽക്കാലത്ത് ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു എഴുത്താണ്. അതിന് പ്രധാനമായിട്ട് പറയുന്നത് ഗത്സമനിയിൽ പോയി പ്രാർത്ഥിച്ചു. ആര് കേട്ടു? ആരെങ്കിലും കേട്ടാലല്ലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ശിഷ്യന്മാരും കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഇത് ആരാണ് കേട്ടത്? അടുത്ത ചോദ്യം വരുന്നത്, മരുഭൂമിയിൽ പോയി യേശു പരീക്ഷിക്കപ്പെടുകയാണ് സാത്താനാൽ. ഇത് യേശു പിന്നീട് ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് തെളിവൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് എഴുതി ചേർത്തതെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എടുത്തു വച്ചിട്ടാണ് പറയുന്നത് ഇതൊരു കഥയാണ്, അല്ലെങ്കിൽ ഇത് ആരൊക്കെയോ. അത് വളരെ ചെറിയ കാരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നത് ഈ എഴുതപ്പെട്ട കാലയളവാണ്. ഇത് നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കോൺഫ്ലിക്റ്റുകളാണ്. പക്ഷെ വളരെ വ്യക്തമായിട്ടും ഇത് എഴുതിയ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച ഈ കാര്യം, ഇപ്പൊ തന്നെ ഞാൻ 5 മിനിറ്റ് മുമ്പ് എന്താണ് സംസാരിച്ചത്, നമ്മൾ ജാതീയതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് തെറ്റാതെ പാസ്റ്ററിന് രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയാൻ സാധിക്കൂ? ഇല്ല. തെറ്റാ പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു അണുവിട തെറ്റാതെ ഈ സാധനങ്ങൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു ന്യായം പറയുന്നതാണ് പരിശുദ്ധാത്മാ പ്രേരിതം. അതൊക്കെ എല്ലാവർക്കും പ്രേരിതമുണ്ട്. ഓരോ മതക്കാരും പറയുന്ന എന്തൊക്കെയോ ദൈവികം പ്രവർത്തികൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി ചേർത്ത് വെച്ച്. പക്ഷെ അതൊക്കെ വെറും ഒഴിവ് ന്യായങ്ങളാണ്. അത് നിലനിൽക്കത്തില്ല. എനിക്ക് ഇന്റർനെറ്റ് യുഗത്തിൽ ഈ സാധനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എനിവേ, എന്റെ റീസൺസ് അതൊക്കെയാണ്. എനിക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയി തോന്നിയത് ഈ വർഷങ്ങൾ എഴുതിയ
ബൈബിളിന്റെ ഒരു പരിണാമം നമ്മളൊന്ന് പഠിച്ചാൽ മതി. ബൈബിളിന്റെ ഹിസ്റ്ററി ഏത് കാലത്ത് എങ്ങനെ എഴുതി എന്നൊരു കാലയളവ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആരെഴുതി എന്നതും കൂടെ നോക്കണം. ഇവർ ഈ പറയുന്ന കൂട്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവരാണ് ഇതിനെക്കുറിച്ച് കഥകൾ എഴുതുന്നത്. അപ്പൊ അവിടുന്ന് തന്നെ വ്യക്തമാണ് ഇത് മനഃപൂർവ്വമായി കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളത് അവിടുന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടും എനിക്ക് പെന്തക്കോസ്ത് എന്നൊരു അതിലെ പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തു വന്നൊരു വ്യക്തിയല്ല. ഞാൻ ആദ്യം കൺവിൻസ്ഡ് ആയത് ദൈവമില്ല, ഈ ബൈബിൾ തെറ്റാണ് എന്നതാണ് മനസ്സിലായത്. അതിനുശേഷം അതിന് പുറത്തു വന്നതിന് ശേഷം പിന്നീട് ഞാൻ ഉള്ളിലേക്ക് അതിനെ നോക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ടും മനസ്സിലാകുന്നത് എത്രത്തോളം ഒരു കൾട്ടിഷ് ബിഹേവിയർ ആണ്, കൾട്ടിഷ് ബിഹേവിയർ എന്ന് പറയാൻ പറ്റത്തില്ല, കൾട്ടാണ് പെന്തക്കോസ്റ്റ് എന്നതും അത് ആളുകളെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്ന് പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്.